അഖിൽമാരാറൊക്കെ പറയുന്നത് RSS ഒന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം പള്ളി പോലും ബാക്കി കാണില്ല എന്നാണ്. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കമന്റ് നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് ഇതുപോലത്തെ ചില വേതാളങ്ങളെ ഏതോ വലിയ സംഭവമാക്കി ആളുകളൊക്കെ കാണുന്നുള്ള ഈ അഖിൽമാരെയൊന്നും അത്ര ഗൗരവത്തിൽ എടുക്കണ്ടായില്ല. വെറുതെ നമ്മളതൊക്കെ ശരിക്കും അവഗണിച്ച് അവയ്ക്കോടെ തള്ളിക്കളയേണ്ട കേസ് കിട്ടുകയാണ്. കാരണം ഒന്ന് ആദ്യത്തെ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കി. ഇപ്പം പല ചാനലുകളും വന്നിരുന്നു പല ഡയലോഗുകളും ഇവനൊക്കെ ആരാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഒന്നിനെ കുറിച്ച് ഒരു സാമാന്യം ബോധമില്ല. ഇവൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പേഴ്സണൽ കമന്റ് തന്നെ എടുക്കുക. അതായത് ബിഗ് ബോസിൽ പോവുക എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസിൽ പോണതിനേക്കാളും ഭേദം ലുലു മാളിൽ നിന്ന് തുണി പൊക്കി കാണിച്ചാൽ പോലെ ചോദിക്കണം. മനസ്സിലായി? ഇപ്പോൾ ഒരാൾ അല്ല ഞാൻ പറയണത്, ഒരാൾ പറയണേ ബിഗ് ബോസിൽ പോകാന്ന് ഇപ്പൊ രതീഷ് ചക്രവർത്തി എടുക്കും, ജലീഷ് ചക്രവർത്തി ബിഗ് ബോസിൽ പോകില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അല്ല അവിടെ അവസാനിപ്പിച്ചാൽ പോലും അത് അത്ര വൃത്തിയുടെ കാര്യമില്ല. ഞാൻ തൽക്കാലം പോകുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ആ തീരുമാനം മാറ്റാം. രണ്ടാമത്തത് പറയുന്ന ഒരു വാചകം എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ഭേദം ലുലു മാളിൽ ചെന്ന് തുണി പൊക്കി കാണിക്കുന്നില്ലേതാണ് എന്ന് പറഞ്ഞാൽ അത് തന്നെ എത്ര വൃത്തികേടാണ് നിങ്ങളതെല്ലാം ആലോചിക്കണേ. ലുലു മാളിൽ ചെന്ന് തുണി പൊക്കി കാണിക്കുന്നത് അതിന്റെ ഗ്രാവിറ്റി താങ്കളൊന്നും ആലോചിക്കണം. ലുലു മാളിലോട്ട് നമ്മൾ നിൽക്കുന്നു, അപ്പോൾ ഒരാൾ ഫ്രണ്ട് ചെയ്യുന്നു തുണി പൊക്കി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വൃത്തികേടില്ലേ? നമ്മളിപ്പോൾ നാളെ പൈപ്പിൻ ചോട്ടിൽ നിന്നാണ് തുണി പൊക്കി കാണിക്കണമെങ്കിൽ അത്ര വൃത്തികേടില്ല. ലുലു മാളിൽ അത്രയും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ആളുകൾ വരുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് തുണി പൊക്കി കാണിക്കുന്നതിനേക്കാൾ വൃത്തികേടാണ് ബിഗ് ബോസിൽ പോകുന്നതെന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഭേദം, തുല്യമാണെന്നല്ല, അതിനേക്കാൾ ഭേദം. എന്നിട്ടാണ് പിന്നെ ബിഗ് ബോസിൽ പോയി എന്ത് ചെയ്തത്? ബിഗ് ബോസിൽ പോയിട്ട് പുള്ളി സത്യത്തിൽ തുണി പൊക്കി കാണിച്ചു. മറ്റേ ശോഭയായിട്ടുള്ള ഇതും അവരുടെ ഈ പറയുന്ന പോലെ ഡ്രസ്സ് എടുത്ത് മറ്റേ വെള്ളത്തിലിടലും അത് തോണ്ടിയെടുക്കലും ഒക്കെ കാണിച്ചു. അങ്ങനെ പല പണികളൊക്കെ കാണിച്ചു. അതുകൊണ്ട് അഖിൽമാരൊന്നും നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഏതാ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യണ ആളുകളും എടുക്കണതാണ് അല്ലേ? അല്ല, സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമാണ്.